Good morning to all of you. Today we are going to discuss about taxable event, levy of IGST on the import of goods, high seas sales, and date for determining the rate of duty and tariff valuation of imported goods. First one is taxable event. ഗുഡ്സ് ഫിസിക്കലായിട്ട് ഏത് രാജ്യത്താണ് ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കസ്റ്റംസ് ആക്ട് 1962 അനുസരിച്ച് ഗുഡ്സിൽ കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യുക. Entry or exit of goods should take place physically to levy customs duty under Customs Act 1962. It implies a merchant affecting the delivery of goods from Japan to Germany without bringing goods in India or taking goods out of India shall not be liable to pay customs duties. Taxable event for imports. Goods are cleared for home consumption. Taxable event arises when the bill of entry for home consumption is filed. അതായത് ഒരു രാജ്യത്തിൻ്റെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന ഗുഡ്സ് അതിൻ്റെ ഹോം കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് അത് ടാക്സിബിൾ ഇവൻ്റ് ആവുക. Goods are cleared for warehousing and later for home consumption. മറ്റൊരു സാഹചര്യം എന്ന് പറയുക, അത് ഇമ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ വെയർഹൗസിൽ നമ്മൾ സൂക്ഷിക്കുകയും പിന്നീട് അത് ഹോം കൺസംഷന് വേണ്ടിയിട്ട് എടുക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അതിൻ്റെ ബിൽ ഓഫ് എൻട്രി സബ്മിറ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് അത് ടാക്സിബിൾ ഇവൻ്റ് ആവുക. അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും വെയർഹൗസിൽ നിന്നും ഹോം കൺസംഷൻ്റെ ഭാഗമായിട്ട് എടുക്കുന്നതിന് വേണ്ടി എക്സ്ബൗണ്ട് ബിൽ ഓഫ് എൻട്രിയുമാണ് ഉപയോഗിക്കുക. Goods are re-exported. No import duty payable. Export duty shall be payable. Re-exported ആയിട്ടുള്ള ഗുഡ്സിന് ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല, പകരം എക്സ്പോർട്ട് ഡ്യൂട്ടിയാണ് വരിക. A taxable event for exports. In case of export, the taxable event occurs when goods cross territorial waters of India. ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അത് ടാക്സിബിൾ ഇവൻ്റ് ആവുക ഇന്ത്യയുടെ ടെറിട്ടോറിയൽ വാട്ടേഴ്സ് ക്രോസ് ചെയ്യുമ്പോഴാണ്. ലെവി ഓഫ് IGST on the import of goods. അതായത് ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് കമ്മോഡിറ്റീസോ സർവീസസോ സപ്ലൈ ചെയ്യുമ്പോൾ ചാർജ് ചെയ്യുന്ന ഡ്യൂട്ടിയുടെ ഭാഗമാണ് ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുക.
അങ്ങനെ ഒരു സ്റ്റേറ്റിൽ നിന്നും മറ്റൊരു സ്റ്റേറ്റിലേക്ക് കമ്മോഡിറ്റീസോ ഗുഡ്സോ സപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ IGST കളക്ട് ചെയ്യുന്നതും ബിൽ ഓഫ് എൻട്രി, ഹോം കൺസംഷന് വേണ്ടിയിട്ടുള്ള ബിൽ ഓഫ് എൻട്രി ഫയൽ ചെയ്യുന്ന സമയത്താണ്. IGST shall be levied and collected when duties of customs are levied and collected on the import of goods till the goods cross customs frontier. Supply shall be treated to be in course of interstate trade. Accordingly, on the import of goods, IGST shall be collected when the bill of entry for home consumption is filed. IGST would be levied on all supplies of goods and services in the course of interstate trade or commerce. IGST would be applicable to import of goods or services from outside country as well. High seas sales. ഹൈ സീ സെയിൽസ് എന്ന് പറയുക ഗുഡ്സിൻ്റെ സെയിൽസ് ഓൺ റോഡിലോ ഓൺ സീസിലോ ഓൺ എയറിലോ നടക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അത് കസ്റ്റംസ് ബാരിയർ ക്രോസ് ചെയ്ത് അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി ക്ലിയർ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ അതിന് ടാക്സ് ചാർജ് ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അത് ഹോം കൺസംഷന് വേണ്ടിയിട്ട് അതിൻ്റെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഫയൽ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ കസ്റ്റംസ് ഡ്യൂട്ടി ചാർജ് ചെയ്യേണ്ടതാണ്. അത് ചാർജ് ചെയ്യുന്നത് അത് ഹോം കൺസംഷന് വേണ്ടിയിട്ട് ക്ലിയറൻസ് കൊടുക്കുന്നതിന് മുൻപ് ഉള്ള അതിൻ്റെ ട്രാൻസാക്ഷൻ്റെ വാല്യൂ എന്താണോ അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അതിൻ്റെ ഡ്യൂട്ടി ചാർജ് ചെയ്യുക. അഥവാ അത് വെയർഹൗസിൽ നിന്നും വെയർഹൗസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് വാല്യൂയുടെ അടിസ്ഥാനത്തിലും ആയിരിക്കും അതിൻ്റെ ഡ്യൂട്ടി ചാർജ് ചെയ്യുക എന്നുള്ളതാണ്. HSS should not be understood literally, that is, can be on seas, air, road, etc. These are sales in the course of import and before goods clear from customs barrier. These are not liable to tax, basic customs duty, IGST. Centralized clearance shall be levied only when bill of exchange for home consumption is filed. However, transaction value shall be taken to be last transaction value before the goods are brought for being cleared for home consumption or for being removed for deposit in a warehouse, on which adjustments as required in valuation rules shall be made. Date for determining the rate of duty and tariff valuation of imported goods. ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ ടാരിഫ് വാല്യുവേഷനും അതിൻ്റെ റേറ്റ് ഓഫ് ഡ്യൂട്ടിയും നിർണ്ണയിക്കുന്നത് ഏത് ഡേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് തുടർന്ന് പ്രതിപാദിക്കുക. സെക്ഷൻ 15 ഓഫ് കസ്റ്റംസ് ആക്ട്. Import.
goods entered into home consumption, date of presentation of bill of entry or date of entry inwards, whichever is later. ഹോം കൺസംഷന് വേണ്ടിയിട്ട് ഗുഡ്സ് എൻ്റർ ചെയ്യുന്ന സാഹചര്യത്തിലാണ് എങ്കിൽ ബിൽ ഓഫ് എൻട്രിയുടെയും ഗുഡ്സ് ഏത് ഡേറ്റിലാണ് ഇൻവേഡ് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലും അതിലേതാണോ ലേറ്ററായിട്ട് സംഭവിച്ചത് അതാണ് അതിൻ്റെ ടാരിഫ് വാല്യുവേഷനുള്ള ഡേറ്റ് ആയിട്ട് പരിഗണിക്കുക. ഗുഡ്സ് എൻറ്റേർഡ് ഇൻ ടു വെയർഹൗസിംഗ്, ഡേറ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഓഫ് ബിൽ ഓഫ് എൻട്രി ഫോർ ഹോം കൺസംഷൻ, that is bill of entry filed when goods are finally cleared from warehouse. വെയർഹൗസിലേക്ക് എൻട്രി ചെയ്യുന്ന കേസാണെങ്കിൽ വെയർഹൗസിൽ നിന്നും ഹോം കൺസംഷന് വേണ്ടിയിട്ടുള്ള ബിൽ ഓഫ് എൻട്രി പ്രസൻറ്റ് ചെയ്യുന്ന ഡേറ്റിലുള്ള ടാരിഫ് വാല്യുവേഷനാണ് പരിഗണിക്കുക. എനി അതർ ഡ്യൂട്ടി, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി. Section 16 of Customs Act, export. Goods entered for export, date on which the proper officer makes an order permitting clearance and loading of the goods for exportation. Goods export ചെയ്യുന്ന കേസിലാണ് എങ്കിൽ അതിൻ്റെ പ്രോപ്പർ ഓഫീസർ അതിൻ്റെ ക്ലിയറൻസ് പൂർത്തീകരിച്ച് ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഡേറ്റ് തീരുമാനിക്കപ്പെടുമ്പോഴുള്ള അതിൻ്റെ ടാരിഫ് വാല്യുവേഷനാണ് പരിഗണിക്കുക. എനി അതർ ഡ്യൂട്ടി, ഡേറ്റ് ഓഫ് പേയ്മെൻറ്റ് ഓഫ് ഡ്യൂട്ടി.